ആലത്തൂരിൽ എസ്ഐ അഭിഭാഷകനെ അധിക്ഷേപിച്ച സംഭവത്തിൽ പോലീസിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. പെരുമാറ്റം നന്നാക്കാൻ പല സർക്കുലറും വന്നു. എന്നാൽ ഇതിൽ നിന്നൊക്കെ ഉദ്യോഗസ്ഥർ എന്താണ് പഠിച്ചതെന്ന് കോടതി ചോദിച്ചു. കേസിൽ DGP ഹാജരായപ്പോഴാണ് പോലീസിനെതിരെ കോടതി രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. നടപടി സ്വീകരിച്ചതിൻ്റെ റിപ്പോർട്ടും ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും വിശദീകരിക്കാൻ കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. ഇത് വിശദീകരിക്കവേ മാനസിക പിരിമുറുക്കം പലപ്പോഴും പോലീസുകാരുടെ മോശം പെരുമാറ്റത്തിന് കാരണമാകാറുണ്ടെന്ന് DGP കോടതിയോട് പറഞ്ഞു. തെരുവിൽ ജോലി ചെയ്യുന്നവർക്കും മാനസിക പിരിമുറുക്കം ഉണ്ടാകാറുണ്ടെന്നും മാനസിക പിരിമുറുക്കം എന്നത് മോശം പെരുമാറ്റത്തിനുള്ള ലൈസൻസ് അല്ലെന്നും കോടതി പറഞ്ഞു. 1965 ശേഷം പലതവണയായി നിരവധി സർക്കുലറുകൾ പോലീസുകാരുടെ പെരുമാറ്റം നന്നാക്കുന്നതിനായി ഇറക്കിയിട്ടുണ്ട്. എന്നിട്ടും ഉദ്യോഗസ്ഥർ പാഠം പഠിച്ചില്ലേ എന്ന് കോടതി ചോദിച്ചു. ഇക്കാര്യങ്ങൾ ഗൗരവമായി കാണണമെന്ന് പറഞ്ഞ കോടതി കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയത് ഈ വിഷയത്തിലെ അവസാനത്തെ സർക്കുലറായിരിക്കുമെന്ന് പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കുമെന്നും ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നും DGP കോടതിയെ അറിയിച്ചു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ആലത്തൂരിൽ അഭിഭാഷകനോട് മോശമായി സംസാരിച്ച SI VR റെനീഷിനെ സ്ഥലം മാറ്റിയിട്ടുണ്ടെന്നും അദ്ദേഹം കോടതിയെ അറിയിച്ചു. കേസിൽ റെനീഷിന്റെ അഭിഭാഷകർ കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. സംഭവത്തിൽ നിരുപാധികം മാപ്പ് പറയാൻ തയ്യാറാണെന്നായിരുന്നു സത്യവാങ്മൂലം. കഴിഞ്ഞ ദിവസമാണ് പൊതുജനങ്ങളോട് മാന്യമായി പെരുമാറണമെന്ന് പോലീസുകാരെ ഓർമ്മിച്ചുകൊണ്ട് DGPയുടെ സർക്കുലർ ഇറങ്ങിയത്. ഇതേ കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് 1965 അന്നത്തെ DGP ശിങ്കാരവേലൻ ഇറക്കിയ സർക്കുലർ ഉൾപ്പെടെ മുൻ പോലീസ് മേധാവിമാരുടെ 10 സർക്കുലറുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അന്ന് DGP സർക്കുലർ ഇറക്കിയത്. ഷെയ്ഖ് ദർവേഷ് സാഹിബ് പുതിയ സർക്കുലർ അന്ന് പുറത്തിറക്കിയത്. പോലീസിലെ ഏത് റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണെങ്കിലും പൊതുജനങ്ങളോട് സംസാരിക്കുമ്പോൾ സഭ്യമായ ഭാഷ ഉപയോഗിക്കുകയും അന്തസ്സുറ്റ പെരുമാറ്റം കാത്തുസൂക്ഷിക്കുകയും വേണമെന്നും ബോധ്യപ്പെടുത്തിയിരുന്നു. അങ്ങനെ ചെയ്യാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടിയെടുക്കണമെന്നും DGP ഓർമ്മിപ്പിച്ചു. പോലീസ് സേനയിലെ മുഴുവൻ ഉദ്യോഗസ്ഥർക്കും മേലുദ്യോഗസ്ഥർ ഇതു സംബന്ധിച്ച പരിശീലനം നൽകണം. പുതുതായി സേനയിൽ ചേരുന്ന ഉദ്യോഗസ്ഥർക്ക് ജനങ്ങളോട് മാന്യമായി എങ്ങനെ പെരുമാറണമെന്നത് സംബന്ധിച്ച് അടിസ്ഥാന പരിശീലനം നൽകണമെന്നും സർക്കുലറിൽ പറയുന്നുണ്ട്. പോലീസ് ആക്ടിലെ 33-ാം വകുപ്പ് പ്രകാരം ഏത് പോലീസ് നടപടിയും പൊതുജനങ്ങൾക്ക് ദൃശ്യമായോ ശബ്ദമായോ റെക്കോർഡ് ചെയ്യാനുള്ള അവകാശമുണ്ടെന്നും സർക്കുലറിൽ ബോധിപ്പിച്ചിരുന്നു. മൊബൈൽ ഫോണോ ക്യാമറയോ ഉപയോഗിച്ച് അത്തരത്തിൽ ഒരാൾ പോലീസ് നടപടി ചിത്രീകരിച്ചാൽ തടയാൻ പാടില്ലെന്നും സർക്കുലറിൽ പറയുന്നുണ്ട്. പോലീസുകാരെ നല്ല പെരുമാറ്റം പഠിപ്പിക്കാനായി ബോധവൽക്കരണ ക്ലാസുകൾ നൽകാൻ യൂണിറ്റ് മേധാവികൾക്കും DGP നിർദ്ദേശം നൽകിയിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഐ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.